മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട സൗബിൻ ഷാഹിർ അറസ്റ്റിലായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. അത് അവർ പറയും കറക്റ്റായിട്ട്. ഞാൻ കണക്കുകളൊക്കെ പറയും, എല്ലാ കണക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല. സൗബിന്റെ പ്രതികരണം വന്നിട്ടുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ സാങ്കേതികമായി അങ്ങനെ ഒരു നടപടിക്രമം പാലിച്ചിട്ടുണ്ടോ പോലീസ് എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും ജാമ്യം കോടതി അനുവദിച്ച പശ്ചാത്തലത്തിൽ അറസ്റ്റ് ചെയ്താലും സൗബിനെ വിട്ടയക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട ലാഭവിഹിതം അല്ലെങ്കിൽ സാമ്പത്തികമായ ചില തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന പരാതിയുടെ പശ്ചാത്തലത്തിൽ ആയിരുന്നു പോലീസ് സൗബിൻ ഷാഹിറിനോട് ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സൗബിനെ ചോദ്യം ചെയ്തിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ, ഒപ്പം സഹനിർമ്മാതാക്കളെയും ചോദ്യം ചെയ്തിരുന്നു. 7 കോടി രൂപയുടെ തട്ടിപ്പ് സൗബിൻ നടത്തി എന്നുള്ളതായിരുന്നു പരാതിക്കാരൻ്റെ ആരോപണം. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, മാധ്യമങ്ങളോടുള്ള സൗബിൻ്റെ പ്രതികരണം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ജാമ്യത്തിൽ വിട്ടയക്കണം എന്നുള്ളതായിരുന്നല്ലോ കോടതിയുടെ ഉത്തരവ്. സാങ്കേതികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയുണ്ടോ? എന്തായാലും സൗബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ചില കണക്കുകൾ ഇനിയും ഹാജരാക്കാനുണ്ട്. ബാങ്കുകളുടെ ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പകരം വീണ്ടും മറ്റൊരു ദിവസം ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചിലപ്പോൾ നാളെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് കുറച്ച് രേഖകൾ കൂടി ഹാജരാക്കാനുണ്ട്. ആ രേഖകൾ തരപ്പെടുത്തിയതിനു ശേഷം മറ്റൊരു ദിവസമായിരിക്കും സൗബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. എന്തായാലും ചോദ്യം ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സൗബിൻ പറഞ്ഞത് താൻ ഈ പരാതിക്കാരൻ നൽകിയ മുതൽ മുടക്കിയ പണം അത് തിരികെ നൽകിയിട്ടുണ്ട്. ഇനി ലാഭവിഹിതം ഉടനെ തന്നെ നൽകും. അങ്ങനെ നൽകുന്നതിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എത്രയാണോ പറയുന്നത് അതിന്റെ ലാഭം അടക്കം 40% എന്നാണ് പറഞ്ഞിരുന്നത്. അത് തിരികെ നൽകുമെന്ന് സൗബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണെങ്കിൽ കോടതിയിലടക്കം അന്വേഷണ സംഘം അത് റിപ്പോർട്ടിൽ സമർപ്പിക്കാനാണ് സാധ്യത. ഈ പണം നൽകുന്നതിന് മറ്റ് അസൗകര്യങ്ങളൊന്നുമില്ല എന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരാതിക്കാരൻ ആവശ്യപ്പെടുന്ന പണം തന്നെ ഈ പറവ ഫിലിംസും ഈ സിനിമയുടെ മറ്റ് നിർമ്മാതാക്കളും നൽകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. 2ാം ദിവസമാണ്. അതായത് നവമി, നിലവിൽ ഈ ലാഭവിഹിതം നൽകാൻ സൗബിൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ ഇനി അതിന്റെ ഡേറ്റകളാണല്ലോ പ്രധാനപ്പെട്ടത്. പണം എത്ര രൂപ ഈ ചിത്രത്തിന് വേണ്ടി മുടക്കി, എത്ര രൂപ പ്രോഫിറ്റ് ലഭിച്ചു, അതിൽ തന്നെ ഓരോ ആളുകളും പണം മുടക്കിയത് പ്രകാരമുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട രേഖകൾ ആണോ ഇനി ലഭിക്കേണ്ടതുള്ളത്? ആ രേഖകൾ കൂടി ലഭിച്ചാൽ ഒരുപക്ഷെ ഇതിൽ സൗബിന് ഈ ലാഭവിഹിതം നൽകാൻ ഒരുക്കം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ കേസ് ആ നിലയിൽ ഒത്തുതീർപ്പാകും. അങ്ങനെയുള്ള ഒരു സൂചനയിലേക്ക് കൂടിയാണോ എത്തുന്നത്? കോടതി അടക്കം ഇതിന്റെ അന്വേഷണം തുടരട്ടെ എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലീസിന് എന്തായാലും ഇതിന്റെ കണക്കുകൾ അടക്കം ശേഖരിക്കേണ്ടതുണ്ട്. ഇതിന് എത്ര രൂപയാണ് ലാഭം ലഭിച്ചത്? ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ 200 കോടി സിനിമയ്ക്ക് ലാഭം ലഭിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അത് അന്വേഷണത്തിൽ അത്രയും കോടികൾ സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത് സ്വാഭാവികമായും അങ്ങനെ PR വർക്കിന്റെ ഒക്കെ ഭാഗമായി പലപ്പോഴും തെറ്റായ വിവരങ്ങൾ ഒരു തരത്തിലും കണക്ക് കൂട്ടിയാൽ, ഒരു ദിവസത്തെ തിയേറ്റർ കളക്ഷനൊക്കെ കണക്ക് കൂട്ടിയാൽ ഒന്നും എത്താത്ത തരത്തിലുള്ള കണക്കുകളൊക്കെ പലപ്പോഴും സിനിമാ മേഖലയിൽ നിന്ന് വരാറുണ്ടല്ലോ. പക്ഷേ ഡോക്യുമെൻ്റ് ആണല്ലോ നവമി പ്രധാനം. ബാങ്ക് ഡീലിങ്ങുകൾ, ഒപ്പം ഓരോ തിയേറ്ററിൽ നിന്നുള്ള കളക്ഷൻ, അതെല്ലാമാണല്ലോ, ആ രേഖകൾ ആണല്ലോ പ്രധാനം. അതെ, തീർച്ചയായും അഭിലാഷ്. പോലീസ് ഇനി നോക്കുന്നത് എത്ര രൂപയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇതിന്റെ അണിയറ പ്രവർത്തകർ മുതൽ മുടക്കിയത്, ഈ സിനിമയ്ക്ക് എത്ര രൂപ ലാഭം കിട്ടി, ഈ പരാതിക്കാരൻ എത്ര രൂപ നൽകി, ഈ കരാർ പ്രകാരം പരാതിക്കാരന് എത്ര രൂപയാണ് ഇനി തിരികെ നൽകേണ്ടത്. അതായത് ഈ 40 കോടി രൂപ തന്നെയാണോ നൽകേണ്ടത്? ഈ ലാഭവിഹിതം 40% ലാഭമാണ് വേണ്ടതെന്നായിരുന്നു പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയായിരുന്നു ഈ സിനിമയുടെ കരാർ പ്രകാരം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 40% ഈ പരാതിക്കാരന് തിരിച്ചു നൽകണമെങ്കിൽ സിനിമ എത്ര രൂപ സിനിമയ്ക്ക് ലാഭം കിട്ടിയെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന്റെ ആവശ്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാനാണ് ഇപ്പോൾ നിർമ്മാതാക്കളോട് പറഞ്ഞിരിക്കുന്നത്. സൗബിൻ ഇന്ന് കാണിച്ച രേഖകൾക്കെല്ലാം പോലീസ് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ചില രേഖകൾ കൂടി ഹാജരാക്കാനായിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഈ രേഖകൾ കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ സൗബിന് ഹാജരാക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും ഈ പരാതിക്കാരൻ ആവശ്യപ്പെടുന്നത് പ്രകാരമുള്ള തുക
മടക്കി നൽകേണ്ടത്. എന്തായാലും മടക്കി നൽകാമെന്ന തീരുമാനത്തിൽ തന്നെയാണ് നിർമ്മാതാക്കൾ നിൽക്കുന്നത്. ചില തെറ്റിദ്ധാരണ മൂലമാണ് ഇങ്ങനെ ഒരു കേസ് അടക്കം പോകേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ് സൗബിൻ ഇന്നും ആവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും കോടതിയിലടക്കം ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കാനായിരിക്കും അന്വേഷണ സംഘവും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ചിത്രത്തിന് വേണ്ടി പരാതിക്കാരൻ മുടക്കിയ തുക തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് ലാഭവിഹിതം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം എന്നുമാണ് സൗബിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നേരത്തെ നവമി സൂചിപ്പിക്കുന്ന പോലെ പുറത്ത് വലിയ ലാഭക്കണക്കുകളൊക്കെ PR വർക്കിന്റെ ഭാഗമായി നടത്താറുണ്ട് എങ്കിലും പടത്തിന് ലഭിച്ച തിയേറ്റർ കളക്ഷൻ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതല്ലെങ്കിൽ സാറ്റലൈറ്റ് റേറ്റ് ഇങ്ങനെയൊക്കെയുള്ള തുക കണക്കാക്കി കൃത്യമായ തുക കരാർ അടിസ്ഥാനത്തിൽ കണക്കാക്കിയിട്ടുള്ളതാണ് ലാഭമായി കണക്കാക്കുക. അതിൻ്റെ വിഹിതം നൽകാൻ ഒരുക്കമാണെങ്കിൽ സ്വാഭാവികമായും ഈ പരാതി കോടതിയിൽ തീർപ്പാക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടാകാൻ പോകുന്നത്.